നമസ്കാരം. ഇന്ത്യയിലെ മുസ്ലിങ്ങള് മോഡി ഭരണത്തില് സുരക്ഷിതരാണ്. ആരാ പറഞ്ഞതെന്ന് അറിയാലോ, ഏത് സാഹചര്യത്തിലാ പറഞ്ഞതെന്ന് അറിയാലോ. ആ പറഞ്ഞതിലുള്ള ശരിയല്ലായ്മ എന്താണെന്നും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ആ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഡൽഹിയിലെ വിദ്വേഷ കുറ്റകൃത്യം 2 ദിവസം മുമ്പുണ്ടായ സംഭവമാണ്. മകനെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് ശ്രമിക്കുന്നു. മുഹമ്മദ് ഉമർദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 30, 35, 38 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകനെ കുറെ ആൾക്കാർ കൂടി തല്ലുന്നത് കണ്ടപ്പോൾ, ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം അതിലിടപെട്ടു. മകൻ നിലവിളിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് ഇടപെട്ടപ്പോൾ അവിടെ കൂടിയ കുറെ ആൾക്കാർ ആരാണ് ആർക്കറിയാം. ഇനി ആരൊക്കെയാണെന്ന് ആർക്കറിയാൻ താല്പര്യം. സംഭവം ഡൽഹിയിലാണ്. ഓ മുസ്ലിം ഹേ, മുസൽമാൻ ഹേ എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ചത്. വെടിവെച്ച സമയത്ത് മകനല്ല കൊണ്ടത്, ബാപ്പയ്ക്കാണ് കൊണ്ടത്. കൗമാരക്കാരനായിട്ടുള്ള മകനെ രക്ഷിച്ചു, സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട്. എന്തായാലും മകനാണ് മരിച്ചതെങ്കിൽ മകൻ മരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം ആ കുടുംബം മുഴുവൻ മരിച്ചു. ആ കുടുംബത്തിന് നട്ടല്ലായിട്ടുള്ള മുഹമ്മദ് ഉമർദീൻ മരിച്ചപ്പോൾ ആ കുടുംബം മുഴുവൻ മരിച്ച പോലെ ആയില്ലേ. ആലോചിച്ച് നോക്കുക. ഫെബ്രുവരി 17 ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ ഡൽഹിയിൽ രോഹിണിയിലുണ്ടായിരുന്നു. ഒരിക്കൽ ഇതുപോലെ തന്നെ ബാദിലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനിവിടെ ഇതുമായിട്ട് പോവുകയാണ്, എന്തായാലും പറയുക, ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു അടിയും തല്ലും. നല്ല ഇരുമ്പുറയ്ക്കൊണ്ടാണ് തല്ലുന്നത്. ചോരയ്ക്കും കാണാം. നമ്മൾ തല്ലുകിരിയ കൊടാ മറ്റേ കുറെ തെറി പറയും, അത് മുഖത്ത് മാന്തും. ചിലർ നാളെ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ കടിച്ചു വരെ കടിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുള്ളൂ. അവിടെ അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാനവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറയുക, അതിവിടെ സ്ഥിരം പരിപാടിയാണ്, അതാരും ശ്രദ്ധിക്കാറില്ല എന്നർത്ഥം. ഞാനിവിടെ ഉള്ള സമയത്താണ് അവിടെ മാർക്കറ്റിൽ അവിടുത്തെ ഒരു ഗുണ്ടയെ വെടിവെച്ച് കൊല്ലുന്നത്. അന്ന് മാർക്കറ്റിൽ എന്തോ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പോലീസുകാർ എല്ലാവരും തടഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവർ മഹാരാജ് അന്തർജാല മഹാരാജ് റിക്വസ്റ്റ് ചെയ്യാണ്. കാവ്യവസ്ത്രധാരികളുള്ള അങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യും അവർ. എന്തിനും വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരാന്ന് അദ്ദേഹം പറയാണ്. വേണ്ട, എനിക്ക് അർജൻറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 1 ഫെല്ലോ ഷോട്ട് ഡൗൺ, അവനൊരു ഗുണ്ടയാണ് മറ്റാണ്. ഞാൻ അവിടെ കിടക്കണ്ടില്ല, അവൻ കിടക്കണ്ട, ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഡൽഹിയിൽ ഇതൊന്നും വലിയൊരു സംഭവമല്ല. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച ഡൽഹിയിലെ നന്ദി നഗരിയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഒരു പയ്യനാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പയ്യനാണ്. ആ പയ്യനെ അവിടെ അവർ ചായ കുടിക്കാൻ കയറിയതാണ് അവിടെ. ആ പയ്യനെ ഒരു സംഘം ആളുകൾ വന്ന് അടിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഒരു 5, 10, 12 വയസ്സേ ഉള്ളൂ. ഈ മരിച്ച ആൾക്ക് 35, 36 വയസ്സേ ഉള്ളൂ. ഈ കുട്ടി കരയാൻ തുടങ്ങി. ഈ മുഹമ്മദ് ഉമർദീൻ്റെ മകൻ കരയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. എന്നെ എല്ലാവരും കൂടി കൊല്ലാൻ പോണു എന്നൊക്കെയും പറഞ്ഞ്. ഭാര്യയുണ്ട് അവിടെ, അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, 3 പെൺമക്കളും അവിടെയുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 15 വയസ്സുള്ള മകൻ്റെ പേര് തെഹ്ജീം എന്നാണ്. തെഹ്ജീം, TEH, തെഹ്ജീം, JIM, തെഹ്ജീം. അവനൊരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോളിൽ അവൻ സംസാരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഫോൺ കിട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പറയും മുസ്ലിം മറ്റേ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്നൊക്കെ പറയും. ഇത് കേട്ടോണ്ടേ ഓ ഏ മുസൽമാൻ ഹേ.
ഇത് കേട്ട ഉടനെ തന്നെ അവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യത്തെ സ്ഥിതി. അതാണ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ കേട്ടോ, തുടക്കത്തിൽ പറയേണ്ടതാണ്. അബൂബക്കർ സാഹിബേ, അബൂബക്കർ മുസ്ലിയാരെ, ഈ സംഭവം കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. തിരുമുൽക്കാഴ്ച റംസാൻ സമ്മാനമായിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ഇനിയും വരും ഓരോന്ന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഉത്തരം പറയണം. മോഡിയുടെ കീഴിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാവുള്ളിലേക്ക് എടുത്തല്ലേ ഉള്ളൂ. ലേപ്പട സംഭവം ആ പറഞ്ഞ ദിവസമാണ് ഈ സംഭവം. 17-ാം തീയതിയാണ് ഈ സംഭവം. ഏതായാലും ജനക്കൂട്ടം വളഞ്ഞ സമയത്ത് കുട്ടി പേടിച്ചു. കാരണം അവനറിയാം, അതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് അറിയാം, ചിലപ്പോൾ അവൻ്റെ ജീവിതം അവിടെ അവസാനമാവുന്നു. അതിന് ചെവിടുത്ത് കണ്ട് വെച്ചു കൊടുത്ത് അങ്ങനെയല്ല ചെയ്യുക. എന്നും എന്നെ രക്ഷിക്കണേ അവൻ അലറി നിലവിളിച്ചു. മതപരമായിട്ടുള്ള സ്വത്വം, ഐഡന്റിറ്റി. അവനൊരു മുസ്ലിം കുട്ടിയത് കണ്ടാറില്ല. പ്രായം ചെന്ന ആളുകൾ ചിലപ്പോൾ തൊപ്പിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ തയമ്പുണ്ടായിരിക്കും, നിസ്കാര തയമ്പുണ്ടായിരിക്കും, വസ്ത്രത്തിൽ അറിയാം. പക്ഷേ ഈ കുട്ടി അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചപ്പോൾ ഇവനെ മുസ്ലിമാണെന്ന് അറിഞ്ഞത് ഇവൻ്റെ സംസാരത്തിലൂടെയാണ്. ആർക്കും അത് കേട്ട ഉടനെ തന്നെ മുസൽമാനാണ് എന്നായി. അവരേതൊരു ബോധത്തിൽ അവിടെ ഇരുന്നിരുന്നത് എനിക്കറിയില്ല. എന്നാൽ മതപരമായിട്ടുള്ള ഐഡന്റിറ്റിയുടെ പേരിൽ കൗമാരക്കാരെ ലക്ഷ്യമിട്ടു. അമ്മ പറഞ്ഞത് ഉൻ ലോകോന്നെ ഉസ് റോക്ക് അവർ ഖാൻ. അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ആ ആളുകള് ഉസെ റോക്ക് അവർ ഖഹാൻ, അതായത് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, ഏ മുസൽമാൻ ഹേ ഉസെ മാരോ. രണ്ട് വെച്ചു കൊടുക്കാൻ. മുസൽമാനെ കണ്ടാൽ രണ്ട് വെച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. മുസൽമാനെ കൊതുക് വരുന്ന സമയത്ത് നമ്മൾ അടിക്കില്ലേ? അയ്യോ അതൊരു പാവല്ലേ നമ്മൾ വിചാരിക്കാറില്ല. കൊതുക് കണ്ടാൽ അപ്പം നമ്മൾ അടിക്കും, ഉന്നം വെച്ച് നോക്കി അടിക്കും. ഇതുപോലെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ. അവിടെ എന്താണ് ഉള്ളോകോന്നെ ഉസ്സേ റോക്ക ഓർ കഹാൻ. തടഞ്ഞു നിർത്തി, എൻ്റെ മകനെ തടഞ്ഞു നിർത്തി പറഞ്ഞു, ഏ മുസൽമാൻ ഹേ ഉസ്സേ മാരോ, അടിക്കാൻ പറഞ്ഞു. മേരെ ബച്ചേക്കോ ഇത്ന മാറാക്കി ഉസ്കാ സർ ഫഹാദിയ. അവർ അവനെ തടഞ്ഞു നിർത്തി, അവനൊരു മുസ്ലിമാണ്, അവനെ അടിക്കുക എന്ന് പറഞ്ഞു. അവൻ എൻ്റെ കുട്ടിയെ ക്രൂരമായിട്ട് അടിച്ചു. അവൻ്റെ തല പിളർന്ന് ചോര വന്നു. ഇത് ആ സ്ത്രീ പിന്നീട് അവിടെ നടന്ന സംഭവം മറ്റുള്ളവർ വിശദീകരിച്ചതാണ് പോലീസുകാരുടെ പത്രക്കാരോട്. ഗുരുതരമായിട്ട് പരിക്കേറ്റ തഹിജീം പിതാവിനെ വിളിച്ചു. വോ ബോലാ പപ്പ മുझे बचाओ, मुझे बहुत मार रहे സോന ഓർ ഉസ്കാ ബായ് സർദാർ. അവൻ വിളിച്ചു പറഞ്ഞത്, പപ്പ എന്നെ രക്ഷിക്കുക പപ്പ, അവരെന്നെ മോശമായി മർദ്ദിക്കുന്നു. സോനുവും അവൻ്റെ സഹോദരൻ സർദാറും. ആ പേരും വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പേര് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. ഭർത്താവിന് ഫോൺ ലഭിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥലത്തേക്ക് ഓടിയെത്തിയതായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഓർക്കുന്നു. ഉമർദീൻ ആൺകുട്ടികളെ ചോദ്യം ചെയ്തു. അപ്പോഴേക്കും അവർ വീടിനുള്ളിൽ ഒളിച്ചിരുന്നു. ആൻഡർസെ ഗാന്ധി ഗാരിയൻ എന്നിവ അകത്ത് രണ്ട് സഹോദരന്മാരും അസഭ്യം പറയാൻ തുടങ്ങി. ഉമർദീൻ്റെ ഭാര്യ പറഞ്ഞു. ബഹളം തുടർന്നു. സഹോദരന്മാരിൽ ഒരാള് തോക്കുമായിട്ട് പുറത്തു വന്നു. ഉമർദീന് നേരെ മാരകമായിട്ട് വെടിയുയർത്തു. ഉമർദീൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഗുരു തേജ് ബഹാദൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. തലയിൽ വെടിയേറ്റിട്ടുണ്ട്, മരിച്ചിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. മേരെ ബച്ചോസെ സായ ഛീൻ ലിയ. അത് അവരുടെ ഹിന്ദിയാണ്, ഉറുദു ഹിന്ദിയോ മറ്റോ എനിക്ക് അറിയില്ല. അത് അവരെൻ്റെ കുട്ടികളിൽ നിന്ന് അവരുടെ അച്ഛൻ്റെ നിഴൽ എടുത്തു കളഞ്ഞു. ഇനി ബാക്കിയുള്ള 4 കുട്ടികൾ, 3 പെൺകുട്ടികളും ഈ കുട്ടിയും അവരും അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇനി എങ്ങനെ ജീവിക്കും? ഒരു സുപ്രഭാതം മുതൽ അവർ വരുമാനം നിലയ്ക്കുകയാണ്. അവരെ വീടിൻ്റെ പ്രധാനപ്പെട്ട തൂണ് വീണു പോവുകയാണ്. വൃദ്ധയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക്, മരിച്ചാളുടെ അമ്മയ്ക്ക് മകൻ്റെ വിയോഗം താങ്ങാനായിട്ടില്ല. ബോധം തെളിയാതെ കിടക്കുകയാണ് എപ്പോഴും. ജിസ്ക മാരാ ഉസ് ദിൽ ദുഖ്താ ഹേ, ന പോലീസ് കാ ജാദാ ഹേ, ന കിസി ജിന്ദാ കാ, छोटे बच्चे के उसका क्या होगा उनका.
ആരെങ്കിലും നഷ്ടപ്പെട്ടവരാണ് വേദന അനുഭവിക്കുന്നത്. പോലീസോ പൊതുജനങ്ങളോ അത് യഥാർത്ഥത്തിൽ സഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ചെറിയ കുട്ടികളുണ്ട്. അവരുടെ ഗതി ഇനി എന്താകും എന്നാണ് ആ അമ്മ പറഞ്ഞത്. ഏതായാലും പിറ്റേന്ന് തന്നെ സോനുവിനെയും സദറിനെയും ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുക്കൾ അടക്കമുള്ള രോഷാകുലരായിട്ടുള്ള നിവാസികൾ GTB റൗണ്ട് അബൌട്ട് റോഡ് ഉപരോധിച്ചു. ഉമർദീന്റെ മൃതദേഹം സംസ്കരിക്കാൻ അവർ വിസമ്മതിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് സ്ഥലത്തെത്തി സഹോദരന്മാരെ പിടികൂടാൻ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും താമസിയാതെ അവരെ പിടികൂടുമെന്നും ആ പ്രശ്നമുണ്ടായ സ്ഥലത്തുള്ള കുടുംബങ്ങൾക്കെല്ലാം ഒരു ഉറപ്പ് കൊടുത്തു. അവരവരുടെ അവിടെയുള്ള സംവിധാനങ്ങളിലൂടെ ഈ കാര്യം അവരെല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഏതായാലും അവസാനം ഉമർദീനെ അവർ സംസ്കരിച്ചു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അഥവാ ഇങ്ങനെ അറിയുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് മാത്രം. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാനവിടെ ഹോളി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, പലപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഋഷികേശുള്ള സമയത്ത് പലപ്പോഴും ഹോളി സമയത്ത് അവിടെ ഞാനുണ്ട്. ഇവിടെ രോഹിണിയിൽ താമസിക്കുമ്പോൾ 2 ഹോളിയോ മറ്റോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹോളി സമയത്ത് പോലും ചിലപ്പോൾ അതിന് പങ്കുകൊള്ളാൻ മറ്റൊരിക്കൽ ഞാൻ അവിടെ ബാദിനി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എവിടേക്കോ പോയേ മതിയാകൂ. പക്ഷെ വഴി നീളെ ഇവർ ഈ കളറും പിടിച്ച് നിൽക്കുകയല്ലേ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പുതപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാഗിനകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് അവിടെ പോകുമ്പോൾ ഇടാൻ, അവിടെ ആകുമ്പോൾ എൻ്റെ ഇത് മുഴുവൻ അവർ കുങ്കുമൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ പോകുമ്പോൾ ഇടാൻ വേറെ വസ്ത്രം കൂടി കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പുറത്ത് കടന്ന് ബാദിനി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തുന്നത് വരെ, ഓട്ടോറിക്ഷയിലും അല്പം നടന്നൊക്കെ എത്തുന്നത്, ഒരാൾ പോലും എൻ്റെ മേലെ ചായ വെള്ളം ഒഴിച്ചില്ല, ഈ ചായ മുഖ്യ വെള്ളം ഒഴിച്ചില്ല. 1-2 പേര് വന്ന് ഇവിടെ നെറ്റിമേ അവർ കുങ്കുമം തൊട്ടു, അത്രമാത്രം. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളോട് ആഭിമുഖ്യം വെച്ച് പുലർത്താത്ത മുസ്ലിങ്ങളെ അവർ വല്ലാതെ ദ്രോഹിക്കുന്ന പോലെയാണ് അവർ ചായത്തിൽ മുക്കിക്കളഞ്ഞത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചായത്തിലെല്ലാം മുക്കുക അവർ. അതാണ് അവിടുത്തെ സ്ഥിതി. 100% ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയെ നേരിടുന്നുണ്ട്. അവർക്കൊരു സുരക്ഷിതത്വവും 14 വർഷമായിട്ട് ഇതിന് മുൻപുമില്ല, ഇപ്പോഴുമില്ല. കാരണം അവരുടെ എഴുതി വെച്ചിട്ടുള്ള പ്രഖ്യാപനമുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്ന്. അതാണ് അവരുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ആധാരം, അവരുടെ ആപ്തവാക്യം അതാണ്. അതുള്ളിടത്തോളം കാലം നിങ്ങൾ തേളിൻ്റെ മുമ്പിൽ പിടിച്ചാലും പിന്നിൽ പിടിച്ചാലും തേള് നിങ്ങളെ കൊത്തും. അത് തേളിൻ്റെ സ്വഭാവമാണ്. അവരുമായിട്ട് ആവശ്യമില്ലാതെ അവരുമായിട്ട് അടുക്കുക അല്ലെങ്കിൽ ഒട്ടക്കുക, രണ്ടും അപകടകരമാണ്. ഇന്നത്തെ ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ രണ്ടും അപകടകരമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ മകനും സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം എന്തോ ഒന്നിനെ ഭയപ്പെട്ടുകൊണ്ട് അവിടെ ഓടിക്കേറി ചെന്നത്. എന്നിട്ട് ആ വാർത്ത അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തുന്നു. ഇത് കഴിഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്, ഞങ്ങളെല്ലാം സുരക്ഷിതരാണ്, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം മുസ്ലിങ്ങൾക്ക് നൽകുന്നതെന്ന്. ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഇതിന് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അപ്പോൾ അവിടെ ഇവിടേക്കും ഉണ്ടാവുന്നതല്ലേ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നോക്കൂ, ഞാൻ തയ്യാറില്ല. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ മുഴുവൻ അതിൻ്റെ ആ അറ്റം മുതൽ അറ്റം വരെ എവിടേക്കും പോയിട്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാമോ മുഴുവൻ വിവരങ്ങൾ ശേഖരിച്ച് അതെല്ലാം കൂടി തുണിയുടെ കെട്ടിലാക്കിയിട്ട്, ഹേ അബൂബക്കറേ, നിങ്ങളുടെ വായിലേക്ക് ഞാൻ തള്ളിത്തരും കേട്ടോ. അതെൻ്റെ ഒരു കർമ്മ പദ്ധതിയാണ്, എൻ്റെ ഒരു നിയോഗമാണ്, ഇതിൻ്റെ ഒരു ബാധ്യതയാണെന്ന് കണക്കിലാക്കിയിട്ടായിരിക്കും ഞാനത് ചെയ്യുക. ആ 3 പെൺകുട്ടികളെയും അതിൽ ആ ആൺകുട്ടി, അവരുടെ അമ്മ, അവരുടെ അമ്മയുടെ അച്ഛനും അമ്മയും, ആ കുടുംബത്തിൻ്റെ വേദനകൾ
അതാണ് ഞാൻ കിഴികെട്ടി എടോ അബൂബക്കറെ തൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരാൻ പോണത്. വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. തെമ്മാടിത്തരം പറയുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. നമസ്കാരം.